أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت قوم نوح المرسلين إذ قال لهم أخوهم نوح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين فاتقوا الله وأطيعون قالوا أنؤمن لك واتبعك الأرذلون قال وما علمي بما كانوا يعملون إن حسابهم إلا على ربي لو تشعرون وما أنا بطارد المؤمنين إن أنا إلا نذير مبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1245 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 105 മുതൽ 115 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كذبت قوم نوح المرسلين إذ قال لهم أخوهم نوح ألا تتقون إني لكم رسول أمين فاتقوا الله وأطيعون وما أسألكم عليه من أجر إن أجري إلا على رب العالمين فاتقوا الله وأطيعون قالوا أنؤمن لك واتبعك الأرذلون قال وما علمي بما كانوا يعملون إن حسابهم إلا على ربي لو تشعرون وما أنا بطارد المؤمنين إن أنا إلا نذير مبين صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 105 മുതൽ 115 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനിപ്പിക്കുന്നതിന് വേണ്ടിയും മക്കയിലെ പ്രബോധിതരായ ആളുകളെ ചരിത്രത്തിലെ ചില സാക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് താക്കീത് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ചരിത്ര സംഭവങ്ങൾ വിവരിക്കപ്പെടുകയാണ് സൂറത്ത് ശുഅറ. ഇതിന്റെ തുടക്കത്തില് മൂസ അലൈഹിസ്സലാമും ഫിർഔനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ് വിവരിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് ഇന്നലെ നമ്മൾ പഠനം പൂർത്തീകരിച്ച ഭാഗത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ ചരിത്ര സംഭവങ്ങളാണ് പരാമർശിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ പഠനം ആരംഭിക്കുന്ന 105-ാമത്തെ ആയത്ത് മുതൽ നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നു. അതിന്റെ ചരിത്രത്തിന്റെ
ആ പ്രയാണഗതി അനുസരിച്ചുള്ള ഒരു വിവരണമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തുടക്കം നൂഹ് അലൈഹിസ്ലാമിലൂടെ ആണ് വേണ്ടിയിരുന്നത്. അതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാലത്തേതും പിന്നീട് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തേതും ഒക്കെയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ ആ ക്രമം കാലഗണന അനുസരിച്ചുള്ള ഒരു വിവരണമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തില് അനിവാര്യമായ ചില ഓർമ്മപ്പെടുത്തലുകൾ എന്നുള്ള നിലക്ക് റാൻഡം ആയിട്ട് ചരിത്രത്തിൽ നിന്ന് ചില സംഭവങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും, ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് കുറ്റവാളികള് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ നിഷേധികളായി മാറിയ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന സംഭവങ്ങളെ പരാമർശിച്ചതിന് ശേഷം അവരെ നരകാവകാശികളായി മാറുന്ന വിധത്തില് വഴികേടിലുള്ളവരായി മാറാൻ, മാർഗം പിഴച്ചവരായി മാറാൻ കാരണക്കാരായ അവരുടെ നേതാക്കന്മാരെയും പ്രമാണിമാരെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അവര് മുജ്രിമുകൾ എന്ന് വിളിച്ചത് നമ്മൾ കാണുകയുണ്ടായി. ഈ കുറ്റവാളികളാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ച് കളഞ്ഞത്, ഇവര് ഞങ്ങൾക്ക് ശുപാർശകരും സഹായികളും ഒക്കെ ആയി ഉണ്ടാവും എന്നതായിരുന്നു അവര് നൽകിയിരുന്ന പ്രതീക്ഷ. പക്ഷെ ഇന്ന് അവര് ശുപാർശകരായിട്ടോ ആത്മമിത്രങ്ങളായിട്ടോ ഒന്നും നമ്മളോടൊപ്പം നിലകൊള്ളുന്നില്ല. ഞങ്ങൾക്കൊരവസരം വീണ്ടും നൽകപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങള് സത്യവിശ്വാസ മാർഗം സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് അവർ പറയുകയുണ്ടായത്. എന്നാൽ അവരുടെ നിലപാടും അവരുടെ മനസ്സിന്റെ പ്രവർത്തനവും ഒക്കെ നന്നായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ ഒരാൾക്കും അങ്ങനെ രണ്ടാമതൊരു അവസരം നൽകുന്നില്ല. ഇനി നൽകപ്പെടുകയാണെങ്കിൽ തന്നെ അവരുടെ നിലപാടുകളോ പ്രവർത്തനങ്ങളോ പഴയതിൽ നിന്നൊട്ടും വ്യത്യസ്തമാകാനും പോകുന്നില്ല എന്ന വിധത്തില് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇപ്പോ നൂഹ് അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണമാണ് 105-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കദബത്ത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹിന്റെ ജനത, നൂഹിന്റെ സമൂഹം ദൈവിക ദൂതന്മാരെ നിഷേധിക്കുകയുണ്ടായി, കളവാക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. കദബത്ത് ഖൗമു നൂഹിനിൽ മുർസലീൻ, നൂഹിന്റെ ജനത മുർസലുകളെ, അള്ളാഹുവിന്റെ ദൂതന്മാരെ നിഷേധിക്കുകയുണ്ടായി. ചരിത്രപരമായി പ്രകടമായൊരു വൈരുദ്ധ്യം ഇവിടെ പലർക്കും കാണാൻ സാധിച്ചെന്ന് വരും. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ദൈവിക ദൗത്യം നിർവഹിക്കുന്നത് നൂഹ് അലൈഹിസ്സലാമാണ്. അദ്ദേഹം മാത്രമാണ് പ്രവാചകൻ എന്നുള്ള നിലക്ക് ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണ കാലം തുടക്കം മുതൽ അവസാനം വരെ മാനവത ഒറ്റ സമുദായമായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലേക്കായിട്ട് പല പ്രദേശങ്ങളിൽ വസിക്കുന്നവരെന്നുള്ള നിലക്ക് അവര് പല സമൂഹങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ പ്രയോഗം കദബത്ത് ഖൗമു നൂഹിനിൽ മുർസലീൻ എന്നാണ്. നൂഹിന്റെ ജനത ദൂതന്മാരെ നിഷേധിക്കുന്നവരായി മാറി എന്നാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ വിവരണത്തെ നമ്മൾ ശരിയായ അതിന്റെ അർത്ഥസൂചന മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ചരിത്രപരത ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരെ നൂഹിന്റെ ജനത നിഷേധിക്കുകയുണ്ടായി എന്നാണല്ലോ ഇവിടെ പറയുന്നത്.
നൂഹ് അലൈഹിസ്സലാം അഭിസംബോധന ചെയ്ത സമൂഹം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിട്ട് കാണുന്നത് നൂഹ് അലൈഹിസ്സലാമിനെയാണ്. എന്നാൽ തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനെ നിഷേധിക്കുക വഴി അവര് ഒരു പ്രവാചകനെ അല്ല നിഷേധിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ച ദൈവിക ദൗത്യം ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ട് ഒരു പ്രവാചകനെ ഒരു സമൂഹം നിഷേധിക്കുന്നുവെങ്കിൽ അയാൾ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിച്ച പോലെ ആണ് എന്നതാണ് വസ്തുത. കാരണം അള്ളാഹുവിന്റെ ദൂതന്മാർ ഒരിക്കലും തന്നെ വ്യത്യസ്തമായ സന്ദേശങ്ങളുമായിട്ടല്ല വന്നിട്ടുള്ളത്. അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ അവന്റെ മുഴുവൻ ദൂതന്മാരെയും ഒരേപോലെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. പേരറിയുന്നവരായാലും പേരറിയാത്തവരായാലും നമ്മുടെ കാലഘട്ടവുമായി ബന്ധമുള്ളവരായാലും അങ്ങനെ ബന്ധമില്ലാത്ത വളരെ പൗരാണികരായ ദൂതന്മാരായാലും ഇവരൊക്കെയും തന്നെ ഒരേ പ്രത്യയശാസ്ത്രം, ഒരേ ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രാതിനിധ്യം നിർവഹിച്ചവരാണ്. അവരെ എല്ലാവരെയും വിശ്വസിക്കുകയും അവരെ എല്ലാവരെയും പിന്തുണക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്ന കാര്യം കൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പല പ്രവാചകന്മാരുടെയും പേരുകൾ നമുക്കറിയില്ല. പക്ഷെ അവര് അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദൗത്യ നിർവഹണം നൽകിയതായിട്ട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് തെളിവുകൾ ലഭിക്കുന്ന മുറക്ക് പിന്നിട്ട കാലങ്ങളിൽ പല നാടുകളിലും ദൈവിക ദൗത്യം നിർവഹിച്ച പ്രവാചകന്മാർ എന്നുള്ള നിലക്ക് അവരെ പൊതുവായി അംഗീകരിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യുക. അവരുടെ പേരോ നാടോ വ്യക്തമായിട്ട് അവരുടെ കാലഘട്ടം ഏതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ച ദൗത്യം ഏകനായ പ്രപഞ്ചനാഥനിലേക്ക് ആളുകളെ തിരിച്ചു നിർത്തുക എന്നതും ഏകനായ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്നതുമായിരുന്നു എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാത്ത കാലഘട്ടത്തിലായാലും വിദൂരങ്ങളായ നാടുകളിലായാലും ഈ ദൗത്യം നിർവഹിച്ച എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കപ്പെടേണ്ടവരാണ്. പൊതുവായി ദൈവിക ദൗത്യം നിർവഹിച്ച പ്രവാചകന്മാർ എന്നുള്ള നിലക്ക് അവർക്ക് അവരുടെ ആ മാർഗദർശനം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് ഇത് സംബന്ധമായ ഇസ്ലാമിന്റെ നിലപാട്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ആയത്ത് വീണ്ടും വായിക്കുമ്പോൾ കസ്സബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, നൂഹിന്റെ ജനത ദൂതന്മാരെ കളവാക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ അവര് നൂഹ് അലൈഹിസ്സലാമിനെ തിരസ്കരിച്ചത് കാരണമായിട്ട് തന്നെ മുഴുവൻ പ്രവാചകന്മാരെയും തിരസ്കരിച്ച ഒരു നിലപാട് സ്വീകരിച്ച ആളുകളായി മാറി എന്നാണ് അതിന്റെ സൂചന എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, അവരുടെ തന്നെ സഹോദരൻ നൂഹ് അവരോട് ഇങ്ങനെ ചോദിച്ച അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞ ഒരു സന്ദർഭത്തിൽ ഇത് ഖാല ലഹും അഖൂഹും, അവരുടെ തന്നെ സഹോദരനായ നൂഹ്. ആ വിധത്തിലാണ് നൂഹ് അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിൽ അവരുമായി വളരെ അടുത്ത സാഹോദര്യ ബന്ധമുള്ള ഒരാള് എന്നുള്ള നിലക്കാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. നൂഹ് അലൈഹിസ്സലാം അവരുടെ സ്വന്തം സഹോദരൻ, അദ്ദേഹം അലാ തത്തഖൂൻ എന്നാണ് ജനങ്ങളോട് ചോദിക്കുകയുണ്ടായത്. ജനങ്ങളെ നിങ്ങള് ദൈവഭക്തിയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളുകളായി മാറുന്നില്ലേ എന്നാണ് ചോദ്യം. ജനങ്ങളെ നിങ്ങൾ കരുതലുള്ളവരാവുന്നില്ലേ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ എന്നതാണ് ചോദ്യം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ജീവിത പന്താവ് തെരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിപരമായ യുക്തിപരമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ശരിയായതിനെ, ഹക്കായതിനെ, സത്യമായതിനെ തെരഞ്ഞെടുക്കുക എന്ന
ഒരു സൂക്ഷ്മതയാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ആ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ ജീവിത പന്താവ് തെരഞ്ഞെടുത്ത ആളുകൾ വിജയം വരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണ് വേണ്ടത്. ആ ഘട്ടത്തിലും നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് പോകാതെ സത്യമാർഗത്തില് നന്മ ചെയ്തുകൊണ്ട് മുന്നേറുന്നവരായിട്ട് മാറുക എന്നതാണ് തഖ്വ കാണിക്കുന്നതിന്റെ ഒരു പ്രകടമായ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസപരമായ അടിത്തറ ശരിയായതിനു ശേഷവും കർമ്മപരമായ വ്യതിചലനങ്ങളും വഴികേടുകളും ഒക്കെ പലരും പിന്തുടരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം അടങ്ങുന്ന വിധത്തിലുള്ള ഒരു ചോദ്യമാണ് നൂഹ് അലൈഹിസ്സലാം ചോദിക്കുന്നത് തന്റെ ജനതയോട്. ആ ചോദ്യം ഇതാണ്: അലാ തത്തഖൂൻ, കൂട്ടരെ നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ? അള്ളാഹുവിനെ ഗൗനിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ മുഖവിലക്ക് എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ കരുതലും സൂക്ഷ്മതയും ജാഗ്രതയും ഉള്ളവരായിട്ട് നിങ്ങൾ മാറുന്നില്ലേ എന്നതാണ് ചോദ്യം. ഈ തഖ്വയുടെ അടിത്തറയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യമാർഗം പിൻപറ്റുന്നവരായി മാറുക. അപ്പൊ അങ്ങനെയുള്ള മുത്തഖികളായിട്ട് നിങ്ങൾ മാറുന്നില്ലേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് ചോദിക്കുകയുണ്ടായത്. തുടർന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്: ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കായുള്ള ദൂതനാണ്, വിശ്വസ്തനാണ്. വിശ്വസ്തനായ, ആശ്രയിക്കാൻ കൊള്ളാവുന്ന, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പിൻപറ്റാൻ പറ്റുന്ന, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൂതനാണ് ഞാൻ എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാം സ്വയം പരിചയപ്പെടുത്തുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെ പരിചയപ്പെടുത്താൻ പടച്ച തമ്പുരാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെയും തന്നെ തങ്ങളെ പിൻപറ്റണം എന്ന് ജനങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്ന മാർഗം പിൻപറ്റണം. നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുന്നവരായി മാറണം. ഇതാണ് പ്രവാചകന്മാരൊക്കെ പറയുന്നത്. ദൈവികമായി ആ വിധത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാര് അങ്ങനെ ജനങ്ങളോട് തങ്ങളെ പിൻപറ്റണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അതില് ഒരു ഔദ്ധത്യം കാണിക്കലോ താൻ വലിയവനാണ് എന്ന തോന്നൽ സൃഷ്ടിക്കലോ ഒന്നുമല്ല. മറിച്ച് വളരെ പ്രാഥമികമായിട്ട് സത്യമാർഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ദൈവിക ദൂതനാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നെ പിൻപറ്റുന്നവരായി മാറണം എന്നാണ് പ്രവാചകന്മാര് പറയുന്നത്. ഇന്നി ലക്കും റസൂലുൻ അമീൻ. ആദ്യം അദ്ദേഹം നൂഹ് അലൈഹി ഇസ്ലാം അതുപോലെ എല്ലാ പ്രവാചകന്മാരും ദൈവിക ദൂതന്മാരാണ് എന്നത് ബോധ്യപ്പെടാൻ വേണ്ട ഒരു മാറ്റുരക്കല് തീർച്ചയായിട്ടും സമൂഹം നടത്തേണ്ടതുണ്ട്. അത് നടത്തുകയും ചെയ്യും. അതിനുള്ള തെളിവുകള് ജനങ്ങളുടെ മുന്നിൽ യുക്തിഭദ്രമായ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി അദ്ദേഹം ദൈവിക ദൂതനാണ് എന്നത് ബോധ്യപ്പെടുന്ന, സത്യസന്ധതയോടുകൂടി അതിനെ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുന്നതോടുകൂടി ആ പ്രവാചകനെ പിൻപറ്റുകയാണ് ജനങ്ങൾ വേണ്ടത്. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ജീവിത സരണി പിൻപറ്റുന്നതിന് യാതൊരു വിധത്തിലുള്ള ശങ്കയും സന്ദേഹവും സംശയവും ഒന്നും കാണിക്കേണ്ടതില്ല. ഇന്നി ലക്കും റസൂലുൻ അമീൻ, നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൂതനാണ്, പിന്തുടരപ്പെടാൻ, അനുധാവനം ചെയ്യാൻ അർഹതയുള്ള, നിങ്ങളിലേക്കായി നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ സത്യസന്ധനായ ദൂതനാണ്, ദൈവിക ദൂതനാണ് ഞാൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നൂഹ് അലൈഹി ഇസ്ലാം അവരോട് സംസാരിക്കുന്നത്. ഫത്തഖുല്ലാഹ വഅതിഊൻ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവുക, എന്നെ അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകന്മാര് അവര് സ്വയം ഏത് റോളിലാണ് ഉള്ളത് എന്നത് വ്യക്തമാക്കുകയാണ്. നിങ്ങൾ എന്നെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി മാറേണ്ടതിന്
സ്വീകരിക്കേണ്ട ജീവിത സരണി എന്ന് പറയുന്നത് പ്രവാചകനെ അനുസരിച്ചുകൊണ്ടുള്ളതാണ്. കാരണം പ്രവാചകനാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക ദൂതൻ. അദ്ദേഹമാണ് നിങ്ങൾക്ക് വഴി കാണിച്ചു തരേണ്ടത്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, അള്ളാഹുവിനോട് ഭയപ്പാടും തഖ്വയും ജാഗ്രതയും ഭക്തിയും ഒക്കെ ഉള്ളവരായിട്ട് നിങ്ങൾ നിലകൊള്ളുക. വ അതിയൂൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുക. എന്നെ അനുസരിക്കലാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള നിങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വഴി. കാരണം നിങ്ങൾക്ക് അത് പഠിപ്പിക്കുന്നത്, ദൈവിക സന്ദേശം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് ഞാനാണ്. വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞാനൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. വമാ അസ്അലുക്കും, ഞാൻ നിങ്ങളോടായിട്ട് ചോദിക്കുന്നില്ല, അലൈഹി, ഇക്കാര്യത്തില്, ഈ ആവശ്യത്തിനായിട്ട്, ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ, മിൻ അജ്രിൻ, ഒരു പ്രതിഫലവും. നിങ്ങൾ എനിക്കിതിന് എന്തെങ്കിലും സാമ്പത്തികമായോ മറ്റോ പ്രതിഫലം നൽകേണ്ടതില്ല. മറിച്ച് ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എനിക്കുള്ള പ്രതിഫലം ഉലകങ്ങളുടെ തമ്പുരാനിൽ നിന്നാണ്. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ്. ഞാൻ നിങ്ങൾക്ക് ജീവിത സരണി കാണിച്ചു തരുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ യാതൊന്നും തരണ്ട. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം തരുന്നത് ലോകങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവാണ്. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എനിക്ക് പ്രതിഫലം തരുന്ന ഉത്തരവാദിത്വം റബ്ബുൽ ആലമീനാണ് എന്നാണ് നൂഹ് അലൈഹിസ്സലാം അവരോട് വ്യക്തമാക്കുന്നത്. ഫത്തഖുല്ലാഹ വ അതിയൂൻ, അത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫത്തഖുല്ലാഹ, അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വ കാണിക്കണം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും ഭക്തിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ബുദ്ധിപരമായ സത്യസന്ധതയും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ തഖ്വ നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കണം. വാതിയൂൻ, എന്നെ അനുസരിക്കുകയും വേണം. അതാണ് നിങ്ങൾക്കുള്ള മാർഗം. നൂഹ് അലൈഹിസ്സലാം തന്റെ ദൗത്യം നിർവഹിക്കുന്ന വിധം ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കാര്യമാണിത്. ഖാലു, അപ്പോ അവരുടെ പ്രതികരണം ഇതായിരുന്നു. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അനുമിനുലക, നൂഹെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയും വത്തബഅകൽ അർദലൂൻ, നിന്നെ പിൻപറ്റിയിരിക്കുന്നത് ഈ മ്ലേച്ഛന്മാരായ അധമന്മാരായ ഈ ഒന്നിനും കൊള്ളാത്ത ഏഴാങ്കൂലികളാണ് നിന്റെ കൂടെയുള്ളത് എന്നൊരവസ്ഥയിൽ ഞങ്ങൾ നിന്നെ പിൻപറ്റുകയും, ഞങ്ങൾ ഇവിടുത്തെ പ്രമാണിമാരും നേതാക്കന്മാരും തറവാട്ടുകാരും ഒക്കെയാണ്, അതുപോലെ മേൽജാതിക്കാരും ഒക്കെയാണ്. ഞങ്ങൾ പിൻപറ്റേണ്ടത് നിന്നെ പിൻപറ്റുകയോ ഈ ഏഴാങ്കൂലികളായ ഒന്നിനും കൊള്ളാത്ത ദുർബലരും അധമരും നിന്ദ്യരും ഒക്കെയായ സമൂഹത്തില് നിലയും വിലയും ഇല്ലാത്ത ഈ ആളുകൾ ആണ് നിന്റെ കൂടെ അനുയായികളായിട്ടുള്ളത് എന്ന അവസ്ഥയിൽ ഞങ്ങൾ നിന്നെ പിൻപറ്റണമെന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഔദ്ധത്യബോധം, അവരുടെ അഹന്ത, അവരുടെ ധിക്കാര മനസ്ഥിതിയൊക്കെയാണ് ഇവിടെ അവർ പ്രകടമാക്കുന്നത്. സമൂഹത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉയർന്നവരും താഴ്ന്നവരുമായിട്ട് ആളുകൾ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവരും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് നിന്ദ്യരും അപഹാസിതരും അതുപോലെ സമൂഹത്തിൽ നിലയും വിലയും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് മാറ്റി നിർത്തപ്പെട്ടവര്, അടിമകള്, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ പലപ്പോഴും സമൂഹത്തിന്റെ സ്വാഭാവികമായ രൂപപ്പെടലില് ഉണ്ടായി വരാറുണ്ട്. പല കാരണങ്ങളും അതിനുണ്ടാവും. ചരിത്രപരമായ കാരണങ്ങള് പലതും ഉണ്ടാവും. പലരും താഴ്ന്ന ജാതിക്കാരായിട്ടോ അടിമകളായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തില്
അപ്രധാനരായ ആളുകളായിട്ടോ മാറുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവും. ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. വിശദമായ വിശകലനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. പക്ഷെ ഇവിടെ വിഷയം സമൂഹത്തിലെ ഉന്നത കുലജാതർ എന്ന് കരുതിയ അല്ലെങ്കിൽ എന്ന് സ്വയം കരുതുന്ന തരം ആളുകൾ നൂഹ് അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്ന, നൂഹെ നിന്റെ കൂടെ കൂടിയിട്ടുള്ളത് ഇപ്പൊ ആരൊക്കെയാണ്? ഈ നിന്ദിരും അതുപോലെ നീചരും നികൃഷ്ടരും ഒക്കെയായ ആളുകൾ, ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത ആളുകളൊക്കെയാണ് നിന്റെ കൂടെ കൂടിയിട്ടുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ അതേ വിധത്തിൽ തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാരോട് സാധാരണ മനുഷ്യർ പ്രതികരിക്കുകയുണ്ടായത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചപ്പോൾ മക്കയിലെ ഏറ്റവും ദുർബലരും ഏറ്റവും അശരണരുമായ ആളുകളാണ് അദ്ദേഹത്തെ പിൻപറ്റാനായിട്ട് ആദ്യമായി രംഗത്ത് വരികയുണ്ടായ പലരും. അടിമകൾ ഉണ്ടായിരുന്നു. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശേഷം പലരുടെയും കീഴില് തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുന്നവരായ മുൻ അടിമകൾ ഉണ്ടായിരുന്നു. സമൂഹത്തിലെ വളരെ ദരിദ്രരായ ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് പ്രവാചകന്മാരുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അമ്മാറും ബിലാലും യാസിറും സുമയ്യയും ഒക്കെ ചരിത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന വളരെ ആദ്യ ഘട്ടത്തിലെ ആളുകളുടെ കൂട്ടത്തിലാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ പ്രമാണിമാരും ഉന്നത കുലജാതരും ഒക്കെയായ ആളുകൾ നൂഹ് അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നത്, ഈ അർദലുകൾ, ഈ ഒരു നിലയും വിലയും ഇല്ലാത്ത നിസാരന്മാര് ആണ് നിന്റെ അനുയായികളായിട്ടുള്ളത് എന്നൊരവസ്ഥയിൽ നിന്നെ ഞങ്ങൾ പിൻപറ്റുകയോ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നാണ് ഈ ഔദത്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ചോദിക്കുകയുണ്ടായത്. ഖാല നൂഹ് അലൈഹിസ്സലാം എല്ലാ പ്രവാചകന്മാരുടെയും മാതൃകാപരമായ ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും ദൈവിക നിയുക്തരായ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അവരെ പിൻപറ്റിയ നിസാരന്മാരായി ഗണിക്കപ്പെട്ടിരുന്ന ആളുകളെ മാറ്റി നിർത്തുകയോ അകറ്റുകയോ അല്ല ചെയ്തത്. അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ദുർബലരായ സമൂഹത്തിൽ അധമത്വം പേറുന്ന, നിന്ദ്യത പേറുന്ന, നിലയും വിലയും ഉണ്ടായിരുന്നില്ലാത്ത ആളുകൾ അവര് ദൂതന്മാരെ പിൻപറ്റാൻ സന്നദ്ധരായപ്പോ എല്ലാ ദൂതന്മാരും അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാം പറയുന്നത് വമാ ഇൽമി ബിമാ കാനൂ യഅമലൂൻ. അവരോട് നൂഹ് അലൈഹി ഇസ്ലാം ചോദിക്കുന്ന ഇതാണ്, ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നത് അതിനെക്കുറിച്ച് എനിക്ക് എന്താണ് അറിയുക എന്നാണ്. ഖാല നൂഹ് അലൈഹി ഇസ്ലാം അവരോട് തിരിച്ചു ചോദിച്ചു, വമാ ഇൽമി, എനിക്ക് എന്തറിവാണുള്ളത്, ബിമാ കാനൂ യഅമലൂൻ, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത്. എന്ന് പറഞ്ഞാൽ ഇവര് സൂചിപ്പിച്ച കാര്യം ഇവർ അർദലുകളാണ്, നിന്ദ്യരാണ്, അതുപോലെ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളാണ്, അശരണരാണ്, അതുപോലെ ദുർബലരാണ് എന്നതൊക്കെയാണല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അവരെ വിലയിരുത്തുന്നത്? ഇവരുടെ അമല് എത്ര മൂല്യവത്തായതാണ് എന്നതിനെ കുറിച്ച് എനിക്ക് എന്താണ് അറിയുക? ഇവരും അള്ളാഹുവുമായുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന നന്മ, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങള് എത്ര മൂല്യവത്താണ്, എത്ര വിലയുള്ളതാണ് എന്ന കാര്യം എനിക്ക് എങ്ങനെ അറിയാം എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കർമ്മങ്ങൾക്കും ഇവരുടെ നിലപാടുകൾക്കും വിലയിട്ട് അതിനെ നിസ്സാരമാക്കി കണക്കാക്കാൻ ഞാൻ സന്നദ്ധനേ അല്ല. അവരുടെ കർമ്മങ്ങള് അതിനെന്ത് വില കൽപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ, അതിന്റെ മൂല്യം അളക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവനല്ല ഞാൻ. എനിക്കറിയില്ല. ഈ ആളുകളുടെ
നിലപാടുകളുടെ മൂല്യം എന്താണ്, അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ വില എത്രത്തോളമാണ് എന്നതൊന്നും എനിക്കറിയില്ലല്ലോ. വമാ ഇൽമീ, എനിക്ക് എന്ത് അറിവാണുള്ളത്, ബിമാ കാനൂ യഅമലൂൻ, ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ കാര്യത്തില്. അപ്പൊ നിങ്ങൾ അർദലുകളായിട്ട് കാണുന്ന, നിങ്ങൾ നിസ്സാരന്മാരായിട്ട് കാണുന്ന ഈ ആളുകളുണ്ടല്ലോ, അവരുടെ കർമ്മങ്ങളുടെ വില എന്തുമാത്രമാണ് എന്നതിനെ കുറിച്ച് എനിക്ക് എന്തറിവാണുള്ളത്? എനിക്കറിയില്ല. അവരുടെ കർമ്മങ്ങളുടെ വില അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, അവരുടെ കണക്ക് നോട്ടം അത് എന്റെ റബ്ബിന്റെ മാത്രം ചുമതലയാണ്, അത് എന്റെ ചുമതലയല്ല. ഇൻ ഹിസാബുഹും, അവർക്ക് വിലയിടുന്ന കാര്യമുണ്ടല്ലോ, അവരുടെ മൂല്യം നിർണയിക്കുന്ന കാര്യം, അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ കർമ്മങ്ങളുടെയും വിലയിടുന്ന കാര്യം, ആ പണി, അത് ഇൻ ഹിസാബുഹും, അവരുടെ കണക്ക് പരിശോധിക്കുന്ന കാര്യം, ഇല്ലാ അലാ റബ്ബി, അത് എന്റെ റബ്ബിന്റെ മാത്രം ചുമതലയാണ്, അത് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇവര് എത്രമാത്രം പ്രാധാന്യമുള്ളവരാണ്, ഇവർക്ക് എന്തുമാത്രം വിലയുണ്ട്, ഇവരുടെ കർമ്മങ്ങൾ എത്ര കണ്ട് ഉയർന്നു നിൽക്കുന്നു, അതിന് എന്തുമാത്രം മൂല്യം കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്, ഈ കാര്യങ്ങളൊന്നും നിർണയിക്കുന്നത് ഞാനല്ല. അതിന്റെ കണക്ക് പരിശോധിക്കുന്നത് എന്റെ നാഥനാണ്, അവൻ മാത്രമാണ്. ലൗ തശ്ഉറൂൻ, നിങ്ങള് ഒന്ന് കാര്യങ്ങൾ ബോധപൂർവം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. ഇവർക്ക് വിലയിടുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇവരെത്ര വിലയുള്ളവരാണ്, ഇവരുടെ കർമ്മങ്ങൾക്ക് എന്തുമാത്രം മൂല്യമുണ്ട്, അതൊന്നും ഇപ്പോ തീരുമാനിക്കേണ്ട ആളല്ല ഞാൻ. അവരുടെ കണക്ക് നോക്കുന്നവൻ എന്റെ റബ്ബാണ്. നിങ്ങൾ ഈ കാര്യം ഒന്ന് വേണ്ട വിധം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ് നൂഹ് അലൈഹിസ്സലാം ഈ പ്രമാണിമാരായ മേൽത്തട്ടുകാരായ ആളുകളോട് പറയുന്നത്. ലൗ തശ്ഉറൂൻ, നിങ്ങൾ ഇതൊന്ന് വേണ്ട വിധം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ ഇതൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, വമാ അന ബിതാരിദിൽ മുഅ്മിനീൻ, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന ഈ മുഅ്മിനുകളെ ആട്ടി അകറ്റുന്നവനല്ല ഞാൻ ഒരു കാരണവശാലും എന്നാണ് നൂഹ് അലൈഹിസ്സലാം പറയുന്നത്. വമാ അന ബിതാരിദിൻ, ഞാൻ ആട്ടി അകറ്റുന്നവനേ അല്ല. ആരെ? ബിതാരിദിൽ മുഅ്മിനീൻ, വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ആളുകളുണ്ടല്ലോ, അവർ അർദലുകളാണ്, നിസ്സാരന്മാരാണ്, അവരുടെ കർമ്മങ്ങൾക്കൊന്നും വിലയില്ല എന്നൊക്കെയുള്ള വിധത്തിൽ കണ്ടുകൊണ്ട് അവരെ തട്ടി മാറ്റാനും ആട്ടി അകറ്റാനും ഞാൻ ആളല്ല, അതൊരിക്കലും ഞാൻ ചെയ്യുകയില്ല. വമാ അനബി താരിദിൽ മുഅ്മിനീൻ, സമാനമായ സംഭവങ്ങൾ മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലതും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് തന്നെ കാണാൻ കഴിയും. മക്കയിലെ പ്രമാണിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തും കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതൊരു ശല്യപ്പെടുത്തലായിട്ട് കുറച്ചു നേരത്തേക്ക് തോന്നിയ ഘട്ടത്തില് അള്ളാഹു ഇടപെട്ട ഒരു കാര്യം നമ്മൾ സൂറത്ത് അബസിൽ കാണുന്നുണ്ട്. വളരെ സുദീർഘമായ ഒരു വിവരണം അവിടെ അതിനെക്കുറിച്ച് അള്ളാഹു നൽകുന്നുണ്ട്. എന്തായാലും ഒരു പ്രവാചകനും അത് ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നതോ ഒരു ശല്യമായി മാറുന്നതോ ആയിട്ട് കണ്ടുകൂടാ എന്നൊരു വലിയ പാഠം അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്ന ആള്, അയാള് എന്ത് ഡിസബിലിറ്റി ഉള്ള ആളായാലും, സമൂഹത്തില് സാമൂഹ്യമായ ഡിസബിലിറ്റി ഉള്ള ആളായാലും, സാമ്പത്തികമായ ഡിസബിലിറ്റി ഉള്ള ആളായാലും, ശാരീരികമായ ഡിസബിലിറ്റി ഉള്ള ആളായാലും, അതിന്റെ ഒന്നും പേരിൽ അവരാരും മാറ്റി നിർത്തപ്പെട്ടു കൂടാ എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ അധ്യാപനം, ഇസ്ലാമിന്റെ നിലപാട്. അപ്പോ ഇവരുടെ കർമ്മങ്ങൾക്ക് വിലയിടാൻ ഞാൻ ആരാണ്? അവരുടെ ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, അവരുടെ കർമ്മങ്ങളുടെ കണക്ക് നോക്കേണ്ട ഉത്തരവാദിത്വം എന്റെ റബ്ബിൻ്റെത് മാത്രമാണ്. ലൗ തശൂറൂൻ, നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരായിരുന്നെങ്കിൽ എന്നാണ്
നൂഹ് അലൈഹിസ്സലാം പറയുന്നത്. വമാ അന ബിത്വാരിദിൽ മുഅ്മിനീൻ, വിശ്വാസികളെ ആട്ടി അകറ്റുവാൻ ഞാൻ ആളല്ല, ഒരിക്കലും തന്നെ ഞാനത് ചെയ്യുകയില്ല. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, ഞാൻ വളരെ തെളിമയോടുകൂടി താക്കീത് ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ്. അപ്പോ ഇവർക്കിടയില് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ആരാണ് മുന്തിയവൻ ആരാണ് താഴ്ന്നവൻ എന്നൊന്നും കണക്കാക്കുക എന്നത് എന്നെ ഏൽപ്പിച്ച പണിയല്ല. മറിച്ച് എല്ലാവർക്കും ഇൻദാറ് നൽകുക, താക്കീത് നൽകുക എന്നതാണ് എന്നെ ഏൽപ്പിച്ച ദൗത്യം. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, തെളിമയോടുകൂടിയുള്ള താക്കീത് നൽകുക എന്ന ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് നൂഹ് അലൈഹിസ്സലാം ആ ഘട്ടത്തിൽ അവരോട് പറയുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം സംഭവ വികാസങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണ പശ്ചാത്തലത്തിലും വലിയ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. സമാനമായ സംഭവങ്ങൾ പലതും മക്കയില് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ ചിലതുണ്ടായിരുന്നു, അത് ഇൻഷാ അല്ലാഹ് നോക്കുക, നാളെ അത് പരിഗണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.